ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 32 മുതൽ വായിക്കുമ്പോൾ, അവർ ഗത്സമന എന്നൊരു പേരുള്ള തോട്ടത്തിൽ വന്നാറേ അവൻ ശിഷ്യന്മാരോട്, ഞാൻ പ്രാർത്ഥിച്ച് തീരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. പിന്നെ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ പാർത്ത് ഉണർന്നിരിപ്പിനെന്ന് അവരോട് പറഞ്ഞു. പിന്നെ അല്പം മുമ്പോട്ട് ചെന്ന് നിലത്ത് വീണു. കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ചു. അബ്ബാ പിതാവേ, നിനക്കെല്ലാം കഴിയും, ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല നീ ഇച്ഛിക്കുന്നതത്രേ ആകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, ശിമോനെ, നീ ഉറങ്ങുന്നുവോ? ഒരു നാഴി ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പേൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. അവൻ പിന്നെയും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. മടങ്ങി വന്നാറേ അവരുടെ കണ്ണുകൾക്ക് ഭാരമേറിയതുകൊണ്ട് അവർ ഉറങ്ങുന്നത് കണ്ടു. അവർ അവനോട് എന്ത് ഉത്തരം പറയണമെന്ന് അറിഞ്ഞില്ല. അവൻ മൂന്നാമതും വന്നു അവരോട്, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവീൻ, മതി, നാഴിക വന്നു, ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽപ്പീൻ, നാം പോകാം, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വലിയൊരു കാര്യം, കർത്താവിൻ്റെ പ്രത്യേക സമയത്ത് കർത്താവിന് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ കർത്താവ് പിതാവായ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുക. നമ്മൾക്ക് കർത്താവിനോടാണ് നമ്മളുടെ പ്രാർത്ഥന. കർത്താവ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം വേദന വന്നപ്പോൾ 3 പേരെ, ഏറ്റവും അടുത്തുള്ള 3 പേരെ വിളിച്ചു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അവരും വ്യാകുലപ്പെടുക. യേശുവിൻ്റെ വ്യാകുലത അവരോട് പറഞ്ഞു. പക്ഷേ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ അവർ ഉറങ്ങിപ്പോയി. അവർക്ക് യേശുവിനോട് സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും ഉറങ്ങിപ്പോയി. ഇത് തന്നെയാണ് നമുക്കും പലപ്പോഴും നമ്മുടെ വേദനകളും ഭാരങ്ങളും ഒക്കെ ചിലപ്പോൾ ചിലരോട് ഷെയർ ചെയ്യാറില്ലേ. അവരുറങ്ങിപ്പോവും, അവർ ശ്രദ്ധിക്കരുതെന്ന്. ഈ കാലഘട്ടത്തിൽ അവരവരുടെ വേദന സഹിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. യേശു കർത്താവ് പറയുകയാണ്, സാരമില്ല, കഴിയുമെങ്കിൽ ആ നാഴികയൊന്ന് മാറിപ്പോകണമെന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം അത്രമാത്രം വേദന കൊണ്ടാണ്. ഇത് നിയോഗമാണ്, തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് എന്നെ നിങ്ങൾ ഇതുപോലുള്ള ഈ നിയോഗത്തിനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഓർത്തോ. ഈ നിയോഗത്തിന് തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ ഈ നിയോഗത്തിൽ നിലനിന്നിൽ ഉറങ്ങിപ്പോയെങ്കിൽ തീർന്നു. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിക്കുന്നു. നമ്മൾ ചുമ്മാതെ ഇരുന്നാൽ, സമയം ചുമ്മാതെ ഇരുന്നാൽ പിശാച് നമ്മളിൽ കയറി പൈശാചികമായ പ്രവൃത്തികൾ കാണും. നമ്മൾ പലപ്പോഴും പൈശാചികമായ പല ചിന്തകളിലേക്കും ആകർഷിക്കപ്പെടുന്നത് ചുമ്മാതിരിക്കുമ്പോഴാണ്. പ്രാർത്ഥന കുറയുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം ഏറ്റവും ശക്തിപ്പെടുത്തി പോകുന്നെങ്കിൽ മാത്രമേ ഗത്സമനയുടെ അനുഭവം ജീവിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഗത്സമന പ്രയർ എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ഗത്സമന അനുഭവം എപ്പോഴും ഉണ്ടായിരിക്കണം. ഏത് പ്രതിസന്ധികളിലും പിതാവിനോട് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കുവാൻ, നിരപ്പ് പ്രാപിക്കുവാൻ, കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, യേശു കർത്താവ് ഗത്സമനയിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരോട് പറഞ്ഞതുപോലെ, കർത്താവേ, ഞങ്ങൾക്ക് കൂടുണ്ടെന്ന് പറയുന്ന പലരും ഞങ്ങളോട് കാണുകയില്ല, എന്നാൽ കൂടില്ലാത്തെന്ന് ചിന്തിക്കുന്ന പലരും ഞങ്ങളോട് കാണും. ആ 3 പേര് ഉറങ്ങിയെങ്കിലും ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനം കാത്തിരിക്കുന്ന മശിയ അങ്ങാണല്ലോ. ഇസ്രായേൽ രാജ്യം ഉൾപ്പെടെ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. അങ്ങയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. അങ്ങയുടെ ആ വലിയ നിയോഗം ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പോയാൽ ഈ സകലരെയും ശിഷ്യരാക്കുവാൻ, സകലരെയും ശിഷ്യരാക്കുന്ന ആ വലിയ ദൗത്യത്തിലായിരിക്കാൻ ഞങ്ങളെ സഹായിച്ചാട്ട്. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ആ ശിഷ്യത്വത്തിൻ്റെ മനോഭാവം നൽകണമേ. ദൈവമേ, ഈ പ്രത്യേക വചന ശുശ്രൂഷയിലൂടെ, ഈ സുവിശേഷങ്ങളിലൂടെ വചനത്തിൻ്റെ ശക്തി മനുഷ്യഹൃദയങ്ങളിൽ ആർന്നിറങ്ങുവാൻ സഹായിച്ചാട്ട്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.